1998 ചില ചെറുകിട രാജ്യങ്ങളിലെ ക്രിക്കറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ICC പുതിയൊരു ടൂർണമെന്റ് ആരംഭിക്കുന്നു. അതായിരുന്നു ICC നോക്കൌട്ട് ട്രോഫി. പിന്നീട് 2002 ICC നോക്കൌട്ട് ട്രോഫി എന്ന പേര് മാറ്റി ICC ചാമ്പ്യൻസ് ട്രോഫി എന്നാക്കി. ആ വർഷം ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി കിരീടം പങ്കിട്ടെടുത്തു. പിന്നീട് 2013 ഇന്ത്യ വീണ്ടും ചാമ്പ്യന്മാരായി. ഇപ്പോൾ വർഷം 2025. ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്നാമതൊരു വട്ടം കൂടെ മുത്തമിടാൻ ഇന്ത്യക്ക് ഇതാ അവസരം എത്തിയിരിക്കുന്നു. ഇനി മുന്നിലുള്ളത് ഒരേയൊരു മത്സരം മാത്രം. ആ മത്സരത്തിൽ വിജയിച്ചാൽ ഒരു വട്ടം കൂടെ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാം. നാളെ മാർച്ച് 9 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ചില പരാജയങ്ങൾ ചിലപ്പോൾ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനമായി തീരുമെന്ന് പറയാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ കുതിപ്പ്. 2023 ODI ലോകകപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട് നിറ കണ്ണുകളുമായി മൈതാനം വിട്ട ഇന്ത്യൻ താരങ്ങളെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ശക്തമായൊരു തിരിച്ചുവരവായിരുന്നു ക്രിക്കറ്റിൽ ഇന്ത്യയുടേത്. തൊട്ടടുത്ത വർഷം നടന്ന ICC T20 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. ഇപ്പോഴിതാ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ എത്തി നിൽക്കുന്നു. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ നാഴികക്കല്ലാണ്. ICCയുടെ പ്രധാനപ്പെട്ട 4 ക്രിക്കറ്റ് ടൂർണമെന്റുകളിലും ഫൈനലിലെത്തുന്ന ക്യാപ്റ്റനായി അദ്ദേഹം മാറിയിരിക്കുന്നു. ആദ്യം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, പിന്നീട് ODI ലോകകപ്പ്, പിന്നീട് T20 ലോകകപ്പ്, ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയും. ഇതിൽ T20 ലോകകപ്പ് കിരീടം മാത്രമാണ് രോഹിത്തിന് നേടാൻ കഴിഞ്ഞത്. ചാമ്പ്യൻസ് ട്രോഫി കൂടെ നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരേവരും ഇപ്പോഴുള്ളത്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ നേടിയ വിജയമാണ് ഈ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുന്നത്. എങ്കിലും ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു മേൽക്കൈയൊന്നും നമുക്ക് നൽകാൻ സാധിക്കില്ല. ന്യൂസിലാൻഡും ശക്തമായൊരു ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വാശിയേറിയ ഒരു ഫൈനൽ പോരാട്ടം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ആ കിരീടപ്പോരിൽ ഇന്ത്യ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. നാളത്തെ രാത്രി അവസാനിക്കുന്നത് ഇന്ത്യയുടെ വിജയകാഹളത്തോടെ ആകുമെന്ന പ്രത്യാശയിൽ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.